നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ചില മാധ്യമ പ്രവർത്തകരൊന്നും അത്ര വൈറലായിരിക്കില്ല, പക്ഷേ അവരുടെ വാക്കുകൾ അതിശക്തമായിരിക്കും എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് രാജൻ ജോസഫ് എന്ന് പറയുന്ന, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും കുറിക്ക് കൊള്ളുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ അതുപോലെ നമ്മൾക്കറിയാം ബെന്നി ജോസഫ് എന്ന് പറയുന്ന പച്ചയ്ക്ക് പറയുന്നു എന്ന ചാനൽ നടത്തുന്ന അദ്ദേഹം, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെയൊക്കെ വായ മൂടിക്കെട്ടാനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ സൂരജ് പാലക്കാരൻ, സൂരജ് ഏട്ടനൊക്കെ ഇന്നും ജാമ്യം കിട്ടാതെ റിമാൻഡിൽ കഴിയുന്ന അവസ്ഥയുണ്ട്. ഇതൊന്നും സത്യത്തിൽ മാന്യ പ്രേക്ഷകർ ഇവിടെ വന്ന് കമന്റ് ഇട്ടുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകളെയൊക്കെ തെറിവിളിക്കുന്ന, ഉപദേശിക്കുന്ന, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വാദവരാതെ പറയുന്ന ആളുകളൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊക്കെ കൃത്യമായിട്ടും ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ഇത്തരത്തിലുള്ള ഈ ഭരണകൂട ഭീകരതയുടെ വേട്ടയാടൽ അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ പറയുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിച്ചെന്ന് വരില്ല, പക്ഷേ സർക്കാരുകൾക്ക് ദഹിച്ചെന്ന് വരില്ല. പൊതുജനങ്ങൾക്ക്, പകുതിയോളം വരുന്ന ജിഹാദികൾക്കും അന്തം കമ്മികൾക്കും കൊങ്ങികൾക്കും ഒന്നും ദഹിച്ചെന്ന് വരില്ല. കാരണം അത് ഇവിടെ പറയാൻ ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന ആശയവുമായിട്ട്, അതല്ലെങ്കിൽ ആ ഒരു രീതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള രാജൻ ജോസഫ് സാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം, ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ജിഹാദികൾ അഴിഞ്ഞാടിക്കൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലേക്ക്, അതായത് 33% വിഭജന സമയത്തുണ്ടായിരുന്ന, ബംഗ്ലാദേശ് രൂപീകരണ സമയത്തുണ്ടായിരുന്ന ഹിന്ദുക്കളിൽ നിന്ന് വെറും 7%, ആ 7% പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ മതം മാറ്റിക്കൊണ്ടും അതല്ലെങ്കിൽ അവരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടും ആട്ടിപ്പായിച്ചുകൊണ്ടും അവിടുത്തെ മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കൊടും ഭീകരതയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, അത്തരത്തിൽ അത് കണ്ടുകൊണ്ട് രാജസ്ഥാൻ, ഭാരതത്തിന്റെ മണ്ണിൽ രാജസ്ഥാനിൽ ജിഹാദികൾ അങ്ങനെ കാണിക്കാൻ നോക്കി. അതിനെതിരെ അവിടുത്തെ നാട്ടുകാർ എന്താണ് ചെയ്തത് എന്ന് കേൾക്കേണ്ടതുണ്ട്. അത് രാജൻ ജോസഫ് സാറിന്റെ വാക്കുകളിൽ കൂടി തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം അത് ഗംഭീരമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കേട്ടു നോക്കാം നമുക്ക്. വീണ്ടും രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വീണ്ടും കലാപത്തിന്റെ ഒരു സാഹചര്യം ഉയർന്നിരിക്കുകയാണ്. ഇന്റർനെറ്റ് എല്ലാം വിശദീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 2022 ജൂൺ 28 നൂപുർ ശർമ്മയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കനയലാൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയെ മുഹമ്മദ് റൌസ്, മുഹമ്മദ് റിയാസ്, രണ്ടുപേരുടെയും പേരിൽ മുഹമ്മദ് ഉണ്ട്. ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധ നാമമാണല്ലോ. ഈ മുഹമ്മദ് റൌസും മുഹമ്മദ് ഗൗസും മുഹമ്മദ് റിയാസും കൂടി അവിടെ തൊപ്പിയൊക്കെ വെച്ച് ഈ പാകിസ്ഥാനികളുടെ വേഷമൊക്കെ ധരിച്ച് അവിടെ ചെന്ന് ഈ പാവപ്പെട്ട മനുഷ്യൻ അരി വാങ്ങാൻ വേണ്ടി നിന്ന് മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. അവിടെ ചെന്ന് ആ കടക്കകത്ത് കയറി ബസ് അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ വർഗീയത ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുണി അയച്ചു തരില്ല, ഇവിടുത്തെ വേഷമിട്ടുണ്ടോ എന്ന് നോക്കിയാൽ തുണി അയച്ചു തരില്ല എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഒരു സാഹോദര്യത്തോടെ അവരുടെ അളവെടുക്കുന്ന നേരത്തെ ആ മനുഷ്യനെ മൃഗീയമായി 26 കുത്താണ് കുത്തിയത്, കഴുത്ത് മുറിച്ചു കളഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു കുഞ്ഞു കടയാ, തയ്യൽ തൊഴിലാളി അദ്ദേഹം, കനയലാൽ. അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തെ കൊന്ന ആ ഉദയ്പൂരില് അതിനുശേഷം ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടേണ്ടി വന്നു ഹിന്ദുക്കൾക്കെതിരെ. കാരണം അവിടെ ഉദയ്പൂരിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾ, തീവ്രവാദികൾ വളരെ സജീവമായിട്ടുള്ള പ്രദേശമാണ്. അവർക്ക് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളിലെല്ലാം രാജ്യത്ത് എവിടെയാണെങ്കിലും അത്തരം തോന്നിയാസം കാണിക്കുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും കേരളത്തിൽ അത് അത്ര ഉണ്ടാവാത്തത്, മലബാറിലൊന്നും അങ്ങനെ ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പോലെയുള്ള സെക്കുലർ പാർട്ടികൾ അവിടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തീവ്രവാദികൾക്ക് അനങ്ങാൻ പറ്റില്ല. കാരണം അവർ സമുദായ രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ തന്നെയും മതേതര സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതില്ലാത്ത ഈരാറ്റുപേട്ട, ആലുവ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം, തിരുവല്ലയിൽ തന്നെ ചില പോക്കറ്റുകളിൽ, അങ്ങനെ ഈ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് തെക്കോട്ടുള്ള പല പ്രദേശങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ബൗദ്ധികമായ ക്ലാസ്സുകൾ കേട്ട്, മുക്കാൽ വൺ ചാനലിന്റെ ക്ലാസ്സുകളും കേട്ട് ആയുധമെടുത്ത് ആൾക്കാർ നേരെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിവിധ ജോസഫ് മാഷ സംഭവം ഉൾപ്പെടെ തൊടുപുഴയിലാണെങ്കിലും മൂവാറ്റുപുഴയിലാണെങ്കിലും ആലുവയിലാണെങ്കിലും ഈരാറ്റുപേട്ടയാണെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും കുറച്ച് അയവ് വന്നിട്ടുണ്ട്. എന്നാലും അവരാരും ഒതുങ്ങിയിട്ടൊന്നുമില്ല. അവസരം കിട്ടിയാൽ എന്നെയും നിങ്ങളുടെയും കൊല്ലാൻ വേണ്ടി കത്തിരിക്കാൻ നിൽക്കുക. ഇങ്ങനെ ഈ ഉദയ്പൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ നടന്നു. ഉദയ്പൂരിലെ സ്കൂളില് ഒരു കുട്ടികൾ തമ്മിൽ തല്ലുകൂടി അതിലൊരു കുട്ടിക്ക് കുത്തേറ്റു.
പക്ഷെ ഇതിനെ പിന്നീട് വർഗീയമായി പിന്നെ ഒരു കലാപമായിട്ട് ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അവർക്കെതിരെ പിന്നെ ആയുധമെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജസ്ഥാൻ സർക്കാർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഭരിക്കുന്നത് ഇപ്പോ ഈ ഇയാളല്ല, അശോക് ഗെഹ്ലോട്ട് അല്ല, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അല്ല, അവിടുത്തെ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് അല്ല. ഇനി അവിടെ അനങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയും. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചതാ. BJP രാജസ്ഥാൻ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ ഉദയലാലിനെ കനയ്യലാലിനെ കൊന്ന സംഭവമാണ്. നൂപുർ ശർമ്മ അങ്ങനെ പറഞ്ഞതിനകത്ത് അവിടെ ഈ അക്രമകാരികൾ ഒരു പാവപ്പെട്ട പിന്നെ കുടുംബം പറ്റാൻ വേണ്ടി തയ്യൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കഴുത്ത് അറുത്ത് കളഞ്ഞ ഈ ജിഹാദി ഭ്രാന്തന്മാര് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അവൻ കണക്കൂട്ടുന്ന അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഉടലോടെ സ്വർഗത്ത് പോയ 72 ഹൂറിമാരുണ്ട്. ഓരൊപ്പം മദ്യപ്പുഴയിൽ കുളിച്ച് രസിച്ച് നടക്കാന്ന് കുടിച്ച് കള്ളുടിച്ചിരിക്കാണെങ്കിൽ ഇവിടെ തിന്നാ പോരെ, ബിവറേജ് പോയാൽ പോരെ. 72 ഹൂറിമാരാണെന്നുണ്ടെങ്കിൽ മുംബൈയിലെ റെഡ് സ്വിച്ചിൽ പോയാൽ പോരെ. ഇമ്മാതിരി വൃത്തികെട്ടം പിന്നെ മതം തലയ്ക്ക് പിടിക്കരുത്. മതവിശ്വാസമാകാം, എല്ലാവരും മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. ഞാനൊരു മതത്തിന്റെ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരാളല്ല, എന്നാലും ഞാൻ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു യുക്തിവാദത്തിലേക്കും എല്ലാം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു ഒരു കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മതം നോക്കി സ്നേഹിക്കാനും ആക്രമിക്കാനും ഒക്കെ കഴിയുക? ഒരു ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ അവനോട് നമുക്ക് എതിർപ്പുണ്ടാവും, അവനോട് അതേ രീതിയിൽ തന്നെ നിർദാക്ഷിണ്യം പെരുമാറും. പക്ഷെ അവിടെ മതമൊക്കെ ഘടകാവുന്ന എങ്ങനെയാ? മതവും രാഷ്ട്രീയവും ഒക്കെ എങ്ങനെയാ ഘടകാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. ഇപ്പൊ എന്തായാലും അവിടെ വല്ലാത്തൊരു കലാപാന്തരീക്ഷമാണ്. ഇന്റർനെറ്റ് ബന്ധങ്ങളെല്ലാം അവിടെ വിജയിച്ചിട്ടുണ്ട് ഇത് ആളിപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഇതേപോലെ സംഘടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യാനിയായ രാജൻ ജോസഫും ഈ പറഞ്ഞ ഈ കൊല്ലാൻ പോയ മുഹമ്മദ് പിന്നെ ഗൗസും മുഹമ്മദ് റിയാസും ഒക്കെ ഇവിടെ ഈ നാട്ടിൽ ഇത്രയും സുരക്ഷിതമായും സുഖമായും ജീവിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ മതേതര ബോധം കൊണ്ടും അവരുടെ വിശാല മനസ്ഥിതി കൊണ്ടാ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും അവർ സ്നേഹത്തോടെ സ്വീകരിച്ചു. കേരളത്തിൽ ചർച്ച് പണിയാൻ, മോസ്ക് പണിയാൻ സ്ഥലം വിട്ടുകൊടുത്തു. പ്രാദേശിക നാട്ടുരാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവര് അങ്ങനെ അവര് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവരെ തലയിൽ കയറുന്ന അവസ്ഥ പിന്നെ വർഗീയത കാണിക്കുകയും അവരെ വംശഹത്യക്കിരയാക്കുകയും ചെയ്യുന്ന ചരിത്രം കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണല്ലോ. ഗുജറാത്തിൽ കുറെ കാലം ചെയ്ത് അവസാനം കയറി തിരിച്ചടി കിട്ടി. ഇപ്പൊ അനക്കമില്ലല്ലോ, ഇപ്പൊ ഒരു കർഫ്യൂ ഇല്ല, കലാപില്ല, ഒന്നുമില്ല, നിരോധനാജ്ഞയില്ല, ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു സാഹചര്യം 2002 ശേഷം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. രാജസ്ഥാൻ പോകുന്ന വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ്. ഈ ജിഹാദി ഭ്രാന്തന്മാരെ അതാത് സമുദായ നേതാക്കന്മാര് പിന്നെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, അവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈ മഹല്ല്, ഈ സമുദായം അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു, അവരതിന്റെ മൗനാനുവാദം നൽകുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അതാത് പിന്നെ മഹല്ല് കമ്മിറ്റികളിൽ നിന്ന്, അമ്പല കമ്മിറ്റികളിൽ നിന്ന്, ചർച്ച് കമ്മിറ്റികളിൽ നിന്നൊക്കെ എടുത്ത് പുറത്താക്കണം. ബാക്കിയുള്ളവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവണില്ലല്ലോ. എല്ലാ സ്ഥലത്തും തുടങ്ങി വെക്കുന്നത് വരെ അത് തിരിച്ചു കിട്ടുമ്പോ പിന്നെ പട്ടി മോങ്ങുന്ന മാതിരി മോങ്ങിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. രാജസ്ഥാനിൽ അങ്ങനെയാണ്, അപകടകരമായ അവസ്ഥയ്ക്കാണ് പോണത്. അപ്പൊ പിന്നെ ഗർഭിണിയുടെ പിന്നെ വയറ് ശൂലം കൊണ്ട് കുത്തി എന്നുള്ള കഥ എഴുതാൻ ഇപ്പോഴേ തയ്യാറാക്കി വെച്ചോ. രാജസ്ഥാനിലും അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ശൂലത്തിന്റെ മേലെ തല വെട്ടിയിട്ട് കുത്തി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയുള്ള കഥകളൊക്കെ ഇപ്പോൾ സൈഡ് സ്റ്റോറീസ് ഇപ്പോൾ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം കാര്യങ്ങൾ അവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞ അതിലെ ഒരു കാര്യം പോലും, ചെറിയൊരു കാര്യം പോലും വെറുതെ വിടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ ആ ഒരു സഹനശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങളായാലും മറ്റേതൊരു വിഭാഗമായി കഴിഞ്ഞാലും ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാലും അവരുടെ ആ സഹനശക്തിയിൽ മാത്രമാണ് ഇവരിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഹിന്ദു എന്ന് തിരിച്ചടി തുടങ്ങിയോ അപ്പോൾ തുടങ്ങും എന്താ, അയ്യോ ഗുജറാത്തേ കലാപം, ശൂലം, ഭ്രൂണം എന്നൊക്കെ പറഞ്ഞുള്ള കലാപം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ സത്യത്തിൽ ഒരു പക്ഷേ ഗുജറാത്തിൽ അന്നത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെയൊക്കെ ഒരു കാര്യം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല RSS എന്ന് പറയുന്ന നമ്മുടെ മാതൃപ്രസ്ഥാനം അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിക്കുന്നിടത്ത് രാജൻ ജോസഫ് സാറിന്റെ ഈ വാക്കുകൾ വലിയ പ്രസക്തിയുണ്ട്. കേരളത്തിലായാലും ഇനി ഏതൊരു സ്ഥലത്തിലായാലും ഇസ്ലാമിക ജിഹാദികൾ ഈ വാക്കുകൾ കൂടി കേട്ടിട്ട് വേണം കളിക്കിറങ്ങാൻ എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം സഹനശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിനുണ്ട് ആ നെല്ലിപ്പലകയുടെ ആ മധ്യത്തിൽ ചവിട്ടിക്കൊണ്ടൊരു കുതിക്കലുണ്ട്. ആ കുതിപ്പിൽ പിന്നെ നിന്റെയൊക്കെ മോങ്ങലുകൾക്ക് ഇന്ന് തന്നെ നീ പത്രക്കെട്ടുകളും അതല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളിലുമൊക്കെ ക്യാപ്ഷനുകൾ സെറ്റ് ചെയ്തു വെച്ചോ എന്ന് രാജൻ ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ അത്ര മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.